ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് മൂക്കുകുത്തി വീണൊരു അവസ്ഥയുണ്ടായിരുന്നു. അമ്മയുടെ ഓഫീസ് ഷട്ടർ ഇട്ടു, പൊതുജനങ്ങൾ കൊണ്ടുവന്ന് റീത്ത് വെച്ചു, പോലീസ് 2-3 പ്രാവശ്യം അതിനകത്ത് കയറി റെയ്ഡ് നടത്തി. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് ഒരാൾ പോലും, ലാലേട്ടൻ വളരെ വിഷമത്തോടെയാണ് ജനറൽ ബോഡിയിൽ പറഞ്ഞത്, ഒരാള് പുള്ളിയുടെ കൂടെ നിൽക്കാനില്ലായിരുന്നു. എല്ലാത്തിനും സമാധാനം, പുള്ളിയുടെ നേരെ ചോദ്യങ്ങൾ, പുള്ളി സമാധാനം പറയേണ്ട ഒരു അവസ്ഥ വന്നു. ശ്വേതാ മേനോൻ എന്നോട് പറഞ്ഞത് ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചുക്കുമല്ല, അതൊരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഇടവേള ബാബു തിരിച്ച് ആ സീറ്റിൽ വന്നിരുന്നാലേ ഈ സംഘടന നിലനിൽക്കൂ, അല്ലെങ്കിൽ ഓഗസ്റ്റ് 15-ാം തീയതി ഈ സംഘടന ഇല്ല. മമ്മൂക്കയും ലാലേട്ടനും വേണം, ഒപ്പം ഇടവേള ബാബുവും ആ സീറ്റിൽ, അമ്മയുടെ ഓഫീസിൽ ആ ചെയറിൽ ഇല്ലെങ്കിൽ ഈ സംഘടന ഇല്ല എന്നാണ് ശ്വേത പറഞ്ഞത്. അത്തരം ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണോ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് അംഗങ്ങളായിട്ടുള്ള ആൾക്കാര് ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ, അവര് കുക്കു പരമേശ്വരൻ, അവർക്കും ആ ഒരു സ്ഥാനത്തേക്ക് വന്ന് അമ്മയെ നയിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 19 വർഷം കുക്കു പരമേശ്വരൻ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ കാലയളവില് സ്ത്രീകളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ ആ സമയത്തൊന്നും കുക്കു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ചാനലുകളെല്ലാം ഉണ്ടല്ലോ, ആരും കേട്ടിട്ടില്ല, അംഗങ്ങളായ ഞങ്ങളും കണ്ടിട്ടില്ല. പകരം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അവർക്ക് കൂവി വിളിക്കാൻ കൂടെ നിന്ന ആളാണ് കുക്കു പരമേശ്വരൻ. കുക്കു പരമേശ്വരൻ ഈ മീറ്റു വിഷയം കത്തി നിന്ന സമയത്ത്, ഹേമ കമ്മിറ്റി വരുന്ന സമയത്ത് അമ്മയിൽ നിന്നും കുക്കു പരമേശ്വരൻ എന്നെ വിളിച്ചു പറഞ്ഞത്, WCCയിലെ പെൺകുട്ടികൾ, പെണ്ണുങ്ങൾ അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി കരയേണ്ട, അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു കൂട്ടായ്മ വേണം, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ, ഹോളിഡേ ഇൻ ഹോട്ടലിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ 12 സ്ത്രീകളാണ് ഉണ്ട്, മുതിർന്ന ലളിത ചേച്ചി ഉൾപ്പെടെ കുറച്ച് സ്ത്രീകൾ, 12 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു, അമ്മയിൽ 500 മെമ്പർ ആണെങ്കിലും അതിൽ പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ് അംഗങ്ങൾ, അമ്മയിലെ സ്ത്രീകൾ ഇത്രയേ ഉള്ളൂ? അല്ല, നമ്മൾ പെട്ടെന്ന് കൂട്ടിയ ആൾക്കാരാണെന്ന് പറഞ്ഞു. ഇതിന് വേറൊരു വലിയതായിട്ട് നമുക്ക് എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി, കൂട്ടായ്മ ഉണ്ടാക്കാം, നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് പറയും. ഞങ്ങൾ വട്ടം കൂടിയിരുന്ന് ആ ചർച്ച തുടങ്ങി. എല്ലാ സ്ത്രീകളും അവരവരുടേതായ ദുരനുഭവങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് കണ്ണുപാളിയപ്പോൾ 2 ക്യാമറ വെച്ചത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് കുക്കു ഈ ക്യാമറ വെച്ചത് ഷൂട്ട് ചെയ്യുന്നത്? അത് ഉത്തരവാദിത്തപ്പെട്ടവരെ മുമ്പിലേക്ക് നിങ്ങളുടെ പരാതികൾ എത്തിക്കാനാണ്. അവരറിയണ്ടേ നിങ്ങളുടെ പരാതികൾ എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എത്തിക്കും. നമുക്ക് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എത്തട്ടെ, അറിയുമല്ലോ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുമല്ലോ എന്ന് വിചാരിച്ചു. നമുക്കിനി വലുതായിട്ട് അടുത്ത പ്രാവശ്യം കൂടാമെന്ന് പറഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നു, അമ്മ കംപ്ലൈന്റ് സെല്ല് രൂപീകരിച്ചു. ലളിത ചേച്ചിയുടെയും മഞ്ജു പിള്ളയുടെയും കുക്കു പരമേശ്വരന്റെയും നേതൃത്വത്തിൽ കംപ്ലൈന്റ് സെല്ല് രൂപീകരിച്ചു. അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് ഉത്തരവാദിത്തപ്പെട്ട അമ്മയിലെ ആൾക്കാരെടുത്ത്, ഭാരവാഹികളായിട്ടുള്ളവരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല, കംപ്ലൈന്റ് സെല്ല് രൂപീകരിക്കാൻ സ്ത്രീകളെ പ്രതിനിധീകരിച്ച് മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആൾക്കാരായിരിക്കണം കംപ്ലൈന്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ വരേണ്ടത്, അതുകൊണ്ട് ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു, ഇല്ല, ഞങ്ങളുടെ അറിവോടുകൂടിയല്ല, ഈ ഷൂട്ട് പോലും ഞങ്ങളുടെ അറിവോടുകൂടിയല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് കുക്കു വന്നത് ഷൂട്ട് ചെയ്യിച്ചത്? എന്നിട്ട് ആ മെമ്മറി കാർഡ് ചോദിച്ചപ്പോ അതെവിടെ എന്ന് ചോദിച്ചപ്പോ അതിനൊരു നടപടിയൊന്നും ഉണ്ടായില്ല, ആരും കണ്ടിട്ടുമില്ല. ഇടവേള ബാബുവിനെ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്റെ കയ്യിലും ഇടവേള ബാബുവിന്റെ കയ്യിലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. മെമ്മറി പിന്നീട് പറഞ്ഞു അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടത് നശിപ്പിച്ചു? പിന്നെ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രഹസനം നടത്തി? എതിർത്ത് സംസാരിക്കാനോ ഇത്തരം കംപ്ലൈന്റ് വരുമ്പോഴോ പറയുവാൻ പോലും പേടിക്കുന്ന ആൾക്കാരാണോ അമ്മ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്? സ്ത്രീകളെ ഇപ്പോഴും ഞാൻ പറയുന്നു, സ്ത്രീകൾ വരണം, സ്ത്രീകൾ മുമ്പോട്ട് വരട്ടെ, അത് അർഹതയും യോഗ്യതയുമുള്ള ആൾക്കാരായിരിക്കണം വരേണ്ടത്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നു. സംവരണ സീറ്റിലേക്കുള്ള സജിത ബേട്ടി മത്സരിക്കുന്നു. ലക്ഷ്മി പ്രിയ, അഞ്ജലി നായർ, ആശാ അരവിന്ദ്. ഈ ആശാ അരവിന്ദിനെ വിളിച്ചിട്ട്
ഭീഷണിപ്പെടുത്തുന്നു. ആശ അരവിന്ദ് ആരോട് ചോദിച്ചിട്ട് ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തു, അത് പിൻവലിക്കണമെന്നൊക്കെ. എന്തിനാണ് അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നു. അൻസിബാസ് മീഡിയയെ കാണുന്നതിന് എന്തിനു മീഡിയയെ കണ്ടു എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അവരൊക്കെ പറയട്ടെ, അവർക്ക് അഭിപ്രായം പറയട്ടെ, മത്സരിക്കട്ടെ, മത്സരം നടക്കട്ടെ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ആറ്റിറ്റ്യൂഡ് അല്ല അത്. വ്യക്തിയല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്വേതയെ. പക്ഷെ അവരുടെ ഒരു നിലപാട് എനിക്ക്, മറ്റേ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ത്രീയുടെ നിലപാട് എനിക്ക് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്ര അങ്ങനെയുള്ളവരല്ല വരേണ്ടത്.